ബിഗിനേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെക്ചർ പോളി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ തെർമൽ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പാർട്ടും ദെൻ കംപ്രസറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ വരിക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Consider the following statement regarding CI engine. ഒരു കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ ഡീസൽ എഞ്ചിനുമായിട്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. That CI engine knock can be reduced by increasing compression ratio. കംപ്രഷൻ റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഡീസൽ എഞ്ചിന്റെ നോക്കിനെ കുറയ്ക്കാൻ പറ്റും എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ, CI എന്ന് പറഞ്ഞാൽ ഡീസലാണ്. ഡീസൽ എഞ്ചിൻ ഈസ് ലോവർ റിലേറ്റീവ് ടു SI എഞ്ചിൻ. SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനേക്കാൾ കുറഞ്ഞ തെർമൽ എഫിഷ്യൻസിയാണ് ഒരു ഡീസൽ എഞ്ചിനിൽ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. CI എഞ്ചിൻ ഹാസ് എ ഹയർ സ്പെസിഫിക് ഔട്ട്പുട്ട് റിലേറ്റീവ് ടു SI എഞ്ചിൻ. പെട്രോൾ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്താൽ ഡീസൽ എഞ്ചിന് ഹയർ സ്പെസിഫിക് ഔട്ട്പുട്ട് ആണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദെൻ CI എഞ്ചിൻ യൂസ് ലീനർ മിക്സ്ചർ റിലേറ്റീവ് ടു SI എഞ്ചിൻ. പെട്രോൾ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ലീൻ ആയിട്ടുള്ള മിക്സ്ചർ ആണെന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ മോളി പറഞ്ഞ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? 1 3 ആണോ, 2 4 ആണോ, 1 4 ആണോ, 1 2 3 4 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ഡീസൽ എഞ്ചിന്റെ നോക്ക് കുറയ്ക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? അതിന്റെ കംപ്രഷൻ റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ. നമ്മുടെ കമ്പസ്റ്റൻ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുമ്പോൾ അത് കത്തുക, എഞ്ചിന്റെ അകത്ത് നടക്കുന്ന കത്തുന്ന പ്രക്രിയയാണ് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. അത് പെട്രോൾ എഞ്ചിനും പഠിക്കാനുണ്ട്, ഡീസൽ എഞ്ചിനും പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ഡീസൽ എഞ്ചിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കമ്പസ്റ്റനെ വിളിക്കുന്ന പേരാണ് ഡീസൽ നോക്ക്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് മാത്രം കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഡീസൽ നോക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കംപ്രസ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനിൽ എയറിനെ മാത്രമാണ് നിങ്ങൾ കംപ്രസ് ചെയ്യുന്നത്. ആ പിസ്റ്റൺ എന്ന് പറയുന്ന ആൾ കംപ്രസ് ചെയ്ത് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് എത്തുന്ന ആ ഒരു മൊമെന്റിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യും. ഒരു ഇഞ്ചക്ടർ ഉപയോഗിച്ചിട്ട് ഡീസലിനെ ആ ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന എയറിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് ശരിക്കും ബിഗിനിങ് ഓഫ് ദാറ്റ് പോർഷൻ, ബിഗിനിങ് ഓഫ് ദ കമ്പസ്റ്റൻ, അവിടെയാണ് ഡീസൽ എഞ്ചിനിൽ നോക്കിങ്ങിനുള്ള സാധ്യത വരുന്നത്. എന്തുകൊണ്ടാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഫ്യൂവല് കുറച്ച് അവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അതിന്റെ ഒരു ഡിലേ പീരീഡ്, കത്തി തുടങ്ങാനായിട്ട് ഒരു ഡിലേ പീരീഡ് ഒക്കെ ഉണ്ടാവും. ആ ഡിലേ പീരീഡ് കൂടിക്കഴിഞ്ഞാൽ ആ അക്യുമുലേഷൻ കൂടും. അങ്ങനെ അക്യുമുലേഷൻ കൂടുമ്പോൾ പിന്നെ കത്തി തുടങ്ങുമ്പോൾ കുറച്ചധികം ഫ്യൂവൽ ഒരുമിച്ച് കത്തി തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു അൺകൺട്രോൾഡ് കമ്പസ്റ്റൻ ആയിരിക്കും ഡീസൽ എഞ്ചിനിൽ സ്റ്റാർട്ടിങ്ങിൽ വരിക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു സിലിണ്ടർ വാൾസിലൊക്കെ ഒരു പ്രഷർ പൾസിന്റെ വൈബ്രേഷനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീസൽ നോക്ക്. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ആ കത്താനുള്ള താമസം കുറച്ചു കഴിഞ്ഞാൽ ആ ഡീസലിന്റെ അക്യുമുലേഷനും കുറയും. അങ്ങനെ അക്യുമുലേഷൻ കുറഞ്ഞാൽ ഡീസൽ പെട്ടെന്ന് കത്തുമ്പോൾ ആ അൺകൺട്രോൾഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലോഷൻ അത്രയും അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഡീസൽ നോക്ക് കുറയ്ക്കാം. അപ്പൊ പെട്ടെന്ന് കത്താനായിട്ട് ഡീസൽ സെൽഫ് ഇഗ്നേറ്റ് ചെയ്യാനല്ലേ, ഹൈ ടെമ്പറേച്ചറിലുള്ള എയറിലേക്ക് നമ്മൾ ഡീസലിനെ സ്പ്രേ ചെയ്യുമ്പോൾ അത് സെൽഫ് ഇഗ്നേറ്റ് ചെയ്യാണ്. അപ്പൊ ആ എയറിന്റെ ടെമ്പറേച്ചർ ഒന്നുകൂടി കൂട്ടിയാൽ അഥവാ അതിന്റെ അകത്ത് ഹീറ്റ് കണ്ടന്റ് കൂട്ടിയാൽ ഡീസൽ പെട്ടെന്ന് കത്തും, ഡിലേ പീരീഡ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഒന്നുകൂടി നന്നായിട്ട് കംപ്രസ് ചെയ്താൽ മതി അല്ലെ. അഥവാ കംപ്രഷൻ റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡീസൽ നോക്ക് കുറയും, റെഡ്യൂസ് ചെയ്യും. 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വീണ്ടും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ ഈസ് ലോവർ ദാൻ SI എഞ്ചിൻ. ആണോ? അല്ല. എല്ലാത്തരം എഫിഷ്യൻസി നമ്മൾ പഠിക്കുന്ന തെർമൽ എഫിഷ്യൻസി, വോളിയോമെട്രിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഈ പറയുന്ന എഫിഷ്യൻസികളെല്ലാം ഡീസൽ എഞ്ചിനാണ് കൂടുതൽ. അതിൽ തന്നെ തെർമൽ എഫിഷ്യൻസി എന്തുകൊണ്ടാണ് ഡീസൽ എഞ്ചിന് കൂടാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ ഹൈ കംപ്രഷൻ റേഷ്യോയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും തെറ്റാണ്. ശരിക്കും എങ്ങനെ വരണ്ടേ? തെർമൽ എഫിഷ്യൻസി ഓഫ് CI എഞ്ചിൻ ഈസ് ഹയർ ദാൻ SI എഞ്ചിൻ എന്നാണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഞാൻ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ്. CI എഞ്ചിൻ ഹാസ് എ ഹയർ സ്പെസിഫിക് ഔട്ട്പുട്ട് റിലേറ്റീവ് ടു SI എഞ്ചിൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. കാരണം നമുക്ക് ഇപ്പൊ സ്പെസിഫിക് ഔട്ട്പുട്ട് എന്താ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയേ. CI എഞ്ചിൻ അഥവാ ഡീസൽ എഞ്ചിൻ യൂസ് ലീനർ മിക്സർ റിലേറ്റീവ് ടു SI എഞ്ചിൻ. ഇതൊരു കോമൺ ഫാക്ടർ ആണ്, ഒരു കോമൺ ഫാക്ട് ആണ്. എന്ത്? ഡീസൽ എഞ്ചിൻ എപ്പോഴും പെട്രോൾ എഞ്ചിനേക്കാൾ ലീനർ മിക്സറിലാണ് വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി.
ഇത് നമ്മൾ കമ്പസ്റ്റന്റെ ഭാഗമായിട്ട് നമ്മൾ ഇക്വാലൻസ് റേഷ്യോ, എന്താണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പറയുന്ന ഒരു കോമൺ ഫാക്ട് ആണ് എന്ത്, ഈ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നപ്പോൾ ലീൻ മിക്സറിലാണ്, പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി റിച്ച് മിക്സറിലാണ് എന്ന് പറയുമ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ എനിക്ക് 1 ഉം 3 ഉം 1 ഉം 4 ആണ് എന്റെ മുമ്പിൽ വന്നതെങ്കിൽ എനിക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കുത്താം. അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഓപ്ഷൻ 3 തെറ്റാണെന്ന് നിങ്ങളവിടെ സ്ഥാപിക്കുകയാണ്. എന്തുകൊണ്ടാ? ഓപ്ഷൻ നോക്കിയിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് എത്തി. ഞാൻ പറയാൻ കാരണം, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു എണ്ണം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ചിലപ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് ഈ ഓപ്ഷൻ 3 എന്ന് നമുക്ക് നോക്കാം. CI എഞ്ചിൻ ഹാസ് എ ഹയർ സ്പെസിഫിക് ഔട്ട്പുട്ട് റിലേറ്റീവ് ടു SI എഞ്ചിൻ. പെട്രോൾ എഞ്ചിനേക്കാൾ സ്പെസിഫിക് ഔട്ട്പുട്ട് ഹയർ CI എഞ്ചിനാണ്, ഡീസൽ എഞ്ചിൻ ആണെന്ന്. അത് തെറ്റാണ്. നേരെ തിരിച്ചാ വേണ്ടത്. പെട്രോൾ എഞ്ചിന്റെ സ്പെസിഫിക് ഔട്ട്പുട്ട് ആണ് ഡീസൽ എഞ്ചിനേക്കാൾ കൂടുതൽ വേണ്ടത്. എന്താണ് ഈ സ്പെസിഫിക് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് നമ്മൾ ബ്രേക്ക് പവർ എന്നൊക്കെ പറയുന്ന അയാൾ ഡിവൈഡഡ് ബൈ പിസ്റ്റന്റെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പിസ്റ്റൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഒരു പിസ്റ്റന്റെ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റില് പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും പവർ ഔട്ട്പുട്ടിനെ കമ്പയർ ചെയ്താൽ എനിക്ക് എന്ത് മനസ്സിലാവും, പെട്രോൾ എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് കൂടുതലാണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്, തെറ്റായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ഓപ്ഷൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. Next one. For the same compression ratio and heat input, the cycles in decreasing order of thermal efficiency. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിൽ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി ഒരു സെഷനിൽ പറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. സെയിം കംപ്രഷൻ റേഷ്യോയിലും സെയിം ഹീറ്റ് ഇൻപുട്ടിലും വർക്ക് ചെയ്യുന്ന സമയത്ത് തെർമൽ എഫിഷ്യൻസി 3 സൈക്കിളിലും എങ്ങനെയായിരിക്കും? ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഡ്യുവൽ സൈക്കിളിന്റെ എഫിഷ്യൻസി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി. ഇതാണ് കണ്ടീഷൻ ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് സെയിം ഹീറ്റ് ഇൻപുട്ട്. ഇനി നേരെ തിരിച്ച് ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് സെയിം ഹീറ്റ് റിജക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റ് റിജക്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഡിക്രീസിങ് ഓർഡർ ഓഫ് തെർമൽ എഫിഷ്യൻസി ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കൂടിയ ആൾ ആദ്യം എഴുതണം, പിന്നെ കുറഞ്ഞ ആൾ. അപ്പോൾ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി കൂടുതലാണ്, ദെൻ അതിനുശേഷം ഡ്യുവൽ, അതിനുശേഷം ഡീസൽ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 റെഫറൻസ് ഫ്യൂവൽസ് യൂസ്ഡ് ഫോർ സീറ്റൈൻ റേറ്റിംഗ്. സീറ്റൈൻ റേറ്റിംഗിൽ ഉപയോഗിക്കുന്ന 2 റെഫറൻസ് ഫ്യൂവലുകൾ ആരാണ്? സീറ്റൈൻ ആൻഡ് ഐസോക്ടൈൻ ആണോ, സീറ്റൈൻ ആൻഡ് എൻഹെപ്റ്റൈൻ ആണോ, സീറ്റൈൻ ആൻഡ് ടെട്രാഇഥൈൽ ലെഡ്, സീറ്റൈൻ ആൻഡ് ആൽഫ മീഥൈൽ നാഫ്തലൈൻ? ആദ്യം മനസ്സിലാക്കേണ്ടത് സീറ്റൈൻ റേറ്റിംഗ് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? പെട്രോൾ എഞ്ചിനിലാണോ ഡീസൽ എഞ്ചിനിലാണോ? സീറ്റൈൻ റേറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഡീസലിലാണ്. എഞ്ചിൻ അല്ല, ആ ഫ്യൂവൽ ഡീസലിലാണ്. നമ്മൾ സീറ്റൈൻ റേറ്റിംഗ് ചെയ്യുന്നത് പെട്രോളിലാണോ ഡീസൽ ഫ്യൂവലിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് നമ്മൾ ഡീസലിലാണ്. അപ്പൊ എന്താണ് ഈ സീറ്റൈൻ? സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. സീറ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മിക്സ്ചർ എടുക്കുകയാണ്. മിക്സ്ചർ എന്ന് പറയുമ്പോൾ 2ഓ അതിലധികമോ കമ്പോണൻസ് ചേർന്ന ആളായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ ആ മിക്സ്ചറിൽ 2 പേരാണുള്ളത്. ആരൊക്കെയാണ് 2 പേര്? സീറ്റൈൻ എന്ന് പറയുന്ന ഒരാളും പ്ലസ് ആൽഫ മീഥൈൽ നാഫ്തലീൻ എന്ന് പറയുന്ന ഒരാളുമാണ് ഉള്ളത്. എന്ത് ഒരു മിക്സർ ഞാൻ എടുക്കുകയാണ്. ആ മിക്സറിൽ ആരൊക്കെ ഉള്ളത്? കുറെ സീറ്റൈൻ ഉണ്ട്, കുറെ ആൽഫ മീഥൈൽ നാഫ്തലീൻ ഉണ്ട്. ഇങ്ങനെ ആ ഒരു മിക്സർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര പെർസെന്റേജ് ബൈ വോളിയം സീറ്റൈൻ ഉണ്ട്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. സീറ്റൈൻ നമ്പർ. അപ്പൊ ഞാൻ പറയാണ് ഒരു 45% ആണ് സീറ്റൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി 55% ആരാണ്? നമ്മൾ പറഞ്ഞ ആൽഫ മീഥൈൽ നാഫ്തലീൻ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ 45% പെർസെന്റേജ് ബൈ വോളിയം സീറ്റൈൻ ഈ മിക്സറിൽ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ ആ ആളുടെ സീറ്റൈൻ നമ്പർ എത്രയായിരിക്കും? ആ മിക്സർ ഉൾക്കൊള്ളുന്ന ആ ഡീസലിന്റെ സീറ്റൈൻ നമ്പർ എത്രയായിരിക്കും? 45% ആയിരിക്കും. അതേസമയം ഞാൻ പറയാണ് ഈ മിക്സറിൽ 55% പെർസെന്റേജ് ബൈ വോളിയം സീറ്റൈൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഡീസലിന്റെ സീറ്റൈൻ നമ്പർ എത്രയായിരിക്കും? 55% ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഡീസലിന്റെ സീറ്റൈൻ റേറ്റിംഗ് പറയാനായിട്ട് നമ്മൾ എടുക്കുന്ന രണ്ട് റെഫറൻസ് ഫ്യൂലുകൾ ആരാണപ്പോ? സീറ്റൈനും ആൽഫ മീഥൈൽ നാഫ്തലീനുമാണ്. സിമിലർലി പെട്രോളിന്റെ റേറ്റിംഗ് പറയുന്നതാണ് ഒക്ടേൻ നമ്പർ, അല്ലെ പെട്രോളിന്റെ ക്വാളിറ്റി പറയുന്ന ആളാണ് ഒക്ടേൻ നമ്പർ. ഒക്ടേൻ നമ്പർ എന്ന് പറയാനും ഇതുപോലെ രണ്ട് മിക്സ്ചറിനെ ഞാൻ എടുക്കണം. ഏതൊക്കെയാണ് രണ്ട് മിക്സ്ചർ? ഐസോ ഒക്ടേന്റെയും എൻ ഹെപ്റ്റേന്റെയും മിക്സ്ചർ. ഐസോ ഒക്ടേന്റെയും എൻ ഹെപ്റ്റേന്റെയും മിക്സ്ചർ എടുത്തിട്ട് അതിൽ എത്ര പെർസെന്റേജ് ബൈ വോളിയം ഐസോ ഒക്ടേൻ ഉണ്ടെന്ന് നോക്കണം. അതായിരിക്കും ഒക്ടേൻ നമ്പർ. ഇപ്പൊ ഞാൻ പറയാണ് ഒരു 90% പെർസെന്റേജ് ബൈ വോളിയം ഈ മിക്സറിൽ 90% ഞാൻ പറയാണ് ഐസോ ഒക്ടേന്റെ കണ്ടന്റ് ആണ് ഉള്ളതെങ്കിൽ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്ന പെട്രോളിന്റെ എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പൊ എൻ ഹെപ്റ്റേൻ എന്ന് പറയുന്ന ആൾ എത്രയും ഉണ്ടാവും? അപ്പോൾ ബാക്കി 10% ആയിരിക്കും എൻ ഹെപ്റ്റേൻ വരും. ഓക്കെ, മനസ്സിലായി? Next question. Which of the following is not a method to determine the frictional power of an engine? ഒരു എഞ്ചിന്റെ ഫ്രിക്ഷണൽ പവർ കണ്ടുപിടിക്കാൻ പറ്റാത്ത ടെസ്റ്റ് ഏതാണെന്ന് താഴെ പറയുന്നതിൽ വില്യൻ ടെസ്റ്റ്, വിൽസൺ ലൈൻ, മോട്ടോറിംഗ് ടെസ്റ്റ്, മോഴ്സ് ടെസ്റ്റ്. അതായത് ഒരു എഞ്ചിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കുന്നത് മോഴ്സ് ടെസ്റ്റ് ആയിരിക്കും. ഒരു എഞ്ചിന്റെ ഇൻഡിക്കേറ്റർ പവർ, ഫ്രിക്ഷണൽ പവർ, മെക്കാനിക്കൽ എഫിഷ്യൻസി ഉള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ പറയുന്ന മോഴ്സ് ടെസ്റ്റിനെയോ മോട്ടോറിംഗ് ടെസ്റ്റിനെയോ വില്യൻസ് ലൈൻ ടെസ്റ്റിനെയോ ഒക്കെ എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇല്ലാത്ത ഒരാള് വിൽസൺ ലൈൻ ആണ്. വിൽസൺ ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം ടർബൈന്റെ ഒക്കെ പെർഫോമൻസിന്റെ ഭാഗത്ത് കടന്നു വരുന്ന ആളാണ്. സ്റ്റീം ടർബൈന്റെ ഒക്കെ പെർഫോമൻസ് പറയുന്ന സമയത്ത് കയറി വരുന്ന ഒരാളാണ് വിൽസൺ ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക, എഞ്ചിൻ പെർഫോമൻസ് ടെസ്റ്റിംഗ് പറയുമ്പോൾ അവിടെ എഞ്ചിന്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്യൻസ് ലൈൻ മെത്തേഡും മോട്ടോറിംഗ് ടെസ്റ്റും മോഴ്സ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആരില്ല? വിൽസൺ ലൈൻ എന്ന് പറയുന്ന ആൾ ഇല്ല എന്ന് അവിടെ മനസ്സിലാക്കുക. അത് സ്റ്റീം ടർബൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാളുടെ ഒരു എന്താണ് റിലവൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബി ആണ് ഇവിടുത്തെ ഉത്തരം. Not a method to determine frictional power of engine, Wilson line. Then the purpose of ignition coil in an automobile ignition system. ഒരു ഓട്ടോമൊബൈൽ ഇഗ്നിഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഇഗ്നിഷൻ കോയിലിന്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്? സ്റ്റെപ്പ് അപ്പ് ദി വോൾട്ടേജ് ഇൻ എ സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗിലെ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, ഉയർത്തുക. സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗിലെ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, കുറയ്ക്കുക. സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജിനെ ഡീസൽ ഇഞ്ചക്ടർ. ഡീസൽ ഇഞ്ചക്ടറിലെ വോൾട്ടേജ് കൂട്ടുക. സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജിനെ ഡീസൽ ഇഞ്ചക്ടർ. നമുക്കറിയാം ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആള് എവിടെയാണ്? ഒരു പെട്രോൾ എഞ്ചിനിലേ വരുന്നുള്ളൂ. കാരണം പെട്രോൾ എഞ്ചിനിലാണ് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഗ്നിഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഡീസൽ ഇഞ്ചക്ടറിലൊക്കെ നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി ഒക്കെ വെറുതെയാ, അല്ലെ? അങ്ങനെ രണ്ടുപേരില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ഇഗ്നിഷൻ കോയിലിന്റെ പർപ്പസ് എന്താണ്? മെയിൻ ആയിട്ട് മനസ്സിലാക്കുക, പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത്. ആ പെട്രോൾ എഞ്ചിനിൽ നമുക്കറിയാം സാധാരണ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 12 വോൾട്ട് ബാറ്ററി. സ്പാർക്ക് ഉണ്ടാക്കണമെങ്കിൽ, വെറുതെ സ്പാർക്ക് അല്ല, നമുക്ക് ആവശ്യമുള്ള ഹൈ ഇന്റൻസിറ്റി സ്പാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ 12 വോൾട്ടിനെ ഏതാണ്ട് ഒരു 24,000 വോൾട്ടിലേക്ക് എനിക്ക് ഉയർത്തണം, അല്ലെ? 12 വോൾട്ടിനെ എനിക്ക് കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 24,000 വോൾട്ടിലേക്ക് എനിക്ക് ഉയർത്തണം. അഥവാ ഈ വോൾട്ടേജിനെ എനിക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഹൈ ഇന്റൻസിറ്റി സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുകൊണ്ട് എനിക്കൊരു പെട്രോളിനെ കത്തിച്ചു തുടങ്ങാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, 12 വോൾട്ടിനെ 24,000 വോൾട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്. ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ എന്ന് തന്നെ പറയാം. ഇങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ ആണെന്ത്? ഈ ഇഗ്നിഷൻ കോയിൽ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജ് ഇൻ എ സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് ഉപയോഗിക്കുന്നത്? ഇഗ്നിഷൻ കോയിലിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താം. compressor question ആണ്. Reciprocating compressors are used to supply large quantity of air at a lower pressure ratio. Centrifugal compressors are used to supply large quantity of air at a lower pressure ratio. Reciprocating compressors are used to supply small quantity of air at a lower pressure ratio. Centrifugal compressors are used to supply small quantity of air at a higher pressure ratio.
അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കണം. അപ്പൊ സമാധാനപരമായിട്ട് നോക്കാം അല്ലെ. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറും സെൻട്രിഫ്യൂഗൽ കംപ്രസറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയാം. ശരിയാണല്ലോ. അപ്പൊ നമുക്കറിയാം റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസറാണ്. അത് ഹൈ പ്രഷർ റേഷ്യോ ആണ് അയാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. പരിധി ഇല്ലാത്ത രീതിയിൽ, ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ഹയർ പ്രഷർ റേഷ്യോയിലൊക്കെ എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്ത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. പക്ഷേ അയാൾ കുറച്ച് കമ്പാരിറ്റീവ്ലി പതുക്കെയാണ് കറങ്ങുള്ളൂ, പതുക്കെയാണ് വർക്ക് ചെയ്യുള്ളൂ. അതായത് ഡിസ്ചാർജ് കുറവായിരിക്കും. ഹൈ പ്രഷർ റേഷ്യോ അച്ചീവ് ചെയ്യാനായിട്ട് ആളെ കൊണ്ട് പറ്റും, പക്ഷെ അയാളുടെ വേഗത അല്ലെങ്കിൽ ഡിസ്ചാർജ് കുറവായിരിക്കും. അതാണ് ആരുടെ പ്രത്യേകത? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിന്റെ പ്രത്യേകത. ഞാനിവിടെയാണ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രത്യേകത ഹൈ പ്രഷർ റേഷ്യോ അയാൾ ഡെവലപ്പ് ചെയ്യും. ഹൈ പ്രഷർ റേഷ്യോ അയാൾ ഡെവലപ്പ് ചെയ്യും, പക്ഷെ കുറച്ച് പതുക്കെയാണ് അയാൾ വർക്ക് ചെയ്യുള്ളൂ. അഥവാ സ്പീഡ് ദെൻ ഓർ ഡിസ്ചാർജ് രണ്ടും ലോ ആയിരിക്കും. ഇനി സെൻട്രിഫ്യൂഗൽ കംപ്രസറിലേക്ക് വന്നാൽ, നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെ പോലെ ഉള്ള ഒരാളാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയുന്നത്. അത് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും, പക്ഷേ ആൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രഷറിന് പരിധിയുണ്ട്. കാരണം അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒക്കെ വർക്കിംഗ് പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിനും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ കുറവാണ്. അതായത് ലോ പ്രഷർ റേഷ്യോ ആണ്. പക്ഷെ നല്ല സ്പീഡിൽ നല്ല ഡിസ്ചാർജ് ആൾ തരും. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ വോളിയം ഫ്ലോ റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ സ്പീഡും ഡിസ്ചാർജും ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസറിന് കൂടുതലായിരിക്കും, പക്ഷെ പ്രഷർ റേഷ്യോ ഡെവലപ്പ് ചെയ്യുന്നത് കുറവായിരിക്കും. ഈ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രഷർ, അതായത് ഒരു കംപ്രസർ കംപ്രസ് ചെയ്ത് ഔട്ട്പുട്ട് തരും അല്ലെ, ഔട്ട് തരും, പ്രഷർ കൂടിയ ആൾ തരും. ആ പ്രഷർ ഡിവൈഡഡ് ബൈ അയാൾ അകത്തേക്ക് വിളിച്ചു കയറ്റിയ ആ എയറിന്റെ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ പ്രഷർ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ കൂടിയ പ്രഷറിലേക്ക് എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ മാത്രമാണ് ആരെ കൊണ്ട് പറ്റുള്ളൂ? സെൻട്രിഫ്യൂഗൽ കംപ്രസറിന് പറ്റുള്ളൂ. ഈ ഒരു ഫാക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓപ്ഷൻ എ നോക്കിയേ. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആർ യൂസ്ഡ് ടു സപ്ലൈ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ. അല്ല സപ്ലൈ, ഡിസ്ചാർജ് കുറവാണ്. അപ്പൊ ഓപ്ഷൻ എ ഞാൻ വെട്ടി. സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് ആർ യൂസ്ഡ് ടു സപ്ലൈ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ. അത് ശരിയാണ്. അറ്റ് ലോവർ പ്രഷർ റേഷ്യോ. ഓക്കെ അല്ലെ. അപ്പൊ ലോവർ പ്രഷർ റേഷ്യോ, സ്പീഡും ഡിസ്ചാർജും കൂടിയ ഓപ്ഷൻ ബി ശരിയാണ്. ബാക്കിയുള്ളവർ നോക്കാം. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആർ യൂസ്ഡ് ടു സപ്ലൈ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എയർ. അത് ശരിയാണ്. അറ്റ് ലോവർ പ്രഷർ റേഷ്യോ. അല്ല, ഹൈ പ്രഷർ റേഷ്യോയിലാണ് അയാളുടെ ഡിസ്ചാർജ്. വീണ്ടും സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് ആർ യൂസ്ഡ് ടു സപ്ലൈ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എയർ. അല്ല, സെൻട്രിഫ്യൂഗൽ കംപ്രസർ നല്ല ഡിസ്ചാർജ് വരുന്ന ആളാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇത് ഇയാളുടെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ. കംപ്രസറിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കംപ്രസർ എന്നും ദെൻ ഡൈനാമിക് കംപ്രസർ എന്നും. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലാണ് റെസിപ്രോക്കേറ്റിംഗ് റോട്ടറി കംപ്രസർ ഒക്കെ വരിക. ഡൈനാമിക് കംപ്രസറിലാണ് സെൻട്രിഫ്യൂഗൽ, നമ്മളിപ്പോ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ആക്സിയൽ ഫ്ലോ കംപ്രസർ ഒക്കെ വരിക. ദെൻ റെസിപ്രോക്കേറ്റിംഗ് തന്നെ സിംഗിൾ ആക്ടിംഗ്, ഡബിൾ ആക്ടിംഗ് എന്ന് തിരിക്കാം. റോട്ടറി കംപ്രസറുകളെ റൂട്ട്സ് ബ്ലോവർ, വെയിൻസ് ടൈപ്പ് എന്ന് തിരിക്കാം. ഓക്കെ, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് ക്ലാസ്സിൽ നമ്മൾ പറയാം. നെക്സ്റ്റ്, സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇയാൾ. വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. എ 2-stage compressor takes air at 3.6 bar and discharge at 10 bar. For the maximum efficiency, the intermediate pressure is. A 2-stage compressor ആണ്. അപ്പൊ ഞാനൊരു 2-stage compressor എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മൾട്ടി സ്റ്റേജ് കംപ്രസർ ആണ്. അതായത് 2-stage compressor എന്ന് പറയുമ്പോൾ രണ്ട് സിലിണ്ടർ ഉണ്ടാവും. രണ്ട് സിലിണ്ടർ, ഒരു ലോ പ്രഷർ സിലിണ്ടറും ഒരു ഹൈ പ്രഷർ സിലിണ്ടറുമാണ് അവിടെ ഉണ്ടാവും. ഒരു ലോ പ്രഷർ സിലിണ്ടറും ഒരു ഹൈ പ്രഷർ സിലിണ്ടറും. ലോ പ്രഷർ സിലിണ്ടർ. അപ്പോൾ ഇതിന്റെ അകത്തേക്ക് എയർ എന്ന് പറയുന്ന ആളൊക്കെ കടന്നു വരുന്നുണ്ട്. P1 പ്രഷറിലാണ് ഇതിലേക്ക് കടക്കുന്നതെന്ന് വിചാരിക്കാം. ദെൻ ഇയാളൊന്ന് കംപ്രസ് ചെയ്ത് പ്രഷർ കൂട്ടും. P2 പ്രഷർ കുറച്ചുകൂടി ഹയസ്റ്റ് പ്രഷർ ആയിട്ട് കൂട്ടും. ദെൻ അടുത്ത സിലിണ്ടർ ഒരു ഹൈ പ്രഷർ സിലിണ്ടർ ആയിരിക്കും, ഒരു ഹൈ പ്രഷർ സിലിണ്ടർ. ആ ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് വീണ്ടും ഈ P2 പ്രഷറിലുള്ള ആൾ വന്ന് കയറും. വീണ്ടും നമ്മൾ അയാളെ കംപ്രസ് ചെയ്യും. ഒരു P3 പ്രഷറിൽ നമ്മൾ ഇയാളെ പുറത്തേക്ക് വിടും. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ വെക്കുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. ഇയാളുടെ കംപ്രസറിന്റെ ഒക്കെ എഫിഷ്യൻസിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, വർക്ക് ഡൺ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, വർക്ക് ഇൻപുട്ട് കുറച്ച് എഫിഷ്യൻസിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്. അതാണ് ഇന്റർകൂളർ. ഓക്കെ, അപ്പൊ ഇന്റർകൂളറിന്റെ ഫംഗ്ഷൻ ഞാൻ തൽക്കാലം പറയുന്നില്ല, അങ്ങനെ ലെങ്തി ആയിട്ട് പോകും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് മനസ്സിലാക്കുക, ഇന്റർകൂൾ വെക്കുന്ന വഴി ഈ കംപ്രസറിന്റെ എഫിഷ്യൻസി കൂട്ടാം, അയാളുടെ വർക്ക് ഇൻപുട്ട് കുറയ്ക്കാം, അതാണ് ഉദ്ദേശം. അപ്പൊ ഇന്റർകൂളർ കയറി ഇറങ്ങുമ്പോൾ ഈ പ്രഷറൊന്നും മാറ്റമില്ല എന്നൊരു അസംഷൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, കംപ്രസർ പഠിക്കുമ്പോൾ എടുക്കാറുണ്ട്.
അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. എ 2-stage കംപ്രസർ, അപ്പൊ ഞാൻ 2 സ്റ്റേജ് ആയിട്ട് നടക്കുന്ന കംപ്രസറിനെ കാണിച്ചു. ടേക്സ് എയർ അറ്റ് 3.6 ബാർ. അപ്പൊ ഇതിലേക്ക് 3.6 ബാറിലാണ് ആദ്യം എയർ കയറുന്നത്. ആൻഡ് ഡിസ്ചാർജസ് അറ്റ് 10 ബാർ. ഈ 2-stage കംപ്രസർ ഡിസ്ചാർജ് ചെയ്യുന്നത് 10 ബാറിലാണ്. ഫോർ ദി മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ദ ഇന്റർമീഡിയറ്റ് പ്രഷർ, അഥവാ P1 എനിക്ക് 3.6 തന്നിട്ടുണ്ട്, ഫൈനലി അച്ചീവ് ചെയ്യുന്ന പ്രഷർ 10 ബാർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രഷർ P2 എന്ന് ഞാൻ മാർക്ക് ചെയ്ത ആള് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് അവർ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് ഫോർ ദി മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ അല്ലെങ്കിൽ മിനിമം വർക്ക് ഇൻപുട്ട് കണ്ടീഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റൂട്ട് ഓഫ് ആ ഇൻപുട്ടിൽ വരുന്ന പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ ദെൻ ഡിസ്ചാർജ് പ്രഷറിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സക്ഷൻ പ്രഷറിന്റെയും ഡിസ്ചാർജ് പ്രഷറിന്റെയും മൾട്ടിപ്ലൈ ചെയ്യാം. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റർമീഡിയറ്റ് പ്രഷർ കിട്ടും. എപ്പോ? മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ അല്ലെങ്കിൽ മിനിമം വർക്ക് ഇൻപുട്ട് കണ്ടീഷൻ ഓഫ് കംപ്രസർ എന്നൊക്കെ പറഞ്ഞാൽ. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോരെ. P1 എനിക്കറിയാം 3.6 ഇൻറ്റു P3 എനിക്കറിയാം 10 ആണ്, ശരിയല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 3.6 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 വരും അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് 36 എത്രയാണ്? 6 ബാർ ആയിരിക്കും എന്ത്? ഇന്റർമീഡിയറ്റ് പ്രഷർ. ഓപ്ഷൻ സി. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഏതൊക്കെ കാലഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും വരും. ഇത് നോക്കിയാൽ ആ സ്ക്വയർ റൂട്ട് കറക്റ്റ് സ്ക്വയർ റൂട്ട് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ആ വാല്യൂ തന്നേക്കണം. അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ലെക്ചർ പോളി മെക്കാനിക്കലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, തെർമൽ പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ്, ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഡയറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.